വാട്സാപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വീണ്ടും നമ്മളുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ് ഗൈസ് ഓടിക്കാൻ പോകുന്നത്. അതെ ഗൈസ്, നമ്മളുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ കൊമ്പൻ്റെ യോദ്ധാവിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലാണ് ഗൈസ് നമ്മളെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മളുടെ ബസ്സിൻ്റെ ക്യാബിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങണം. ലെറ്റ്സ് ഗോ ഗൈസ്. പിന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 100 ലൈക്സ് ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് വൈറ്റ് കളറാക്കുക. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിരിക്കുന്നു ഗൈസ്. ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതിൽ എനിക്ക് തോന്നുന്നത് ഒരു 4 ലോഡിങ് ആണെന്നാണ്. ഒരു ഹൈവേ, ഒരു ഗ്രാമം, പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ്, അങ്ങനെ എന്തോ ആണ് ഗൈസ്. നമുക്കേതായാലും നോക്കാം. ട്രാഫിക്കൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ട്രാഫിക്കൊക്കെ ഞാൻ നോക്കി വലിയ കാര്യമൊന്നുമില്ല. ട്രാഫിക്ക് ഞാൻ നോക്കിയില്ലെങ്കിൽ അടിക്കാണ്ട് ഞാൻ അടിക്കും, സ്വാഭാവികം. അങ്ങനെ ഇതാ പിന്നെ കൂടെ ബസ്സൊക്കെ പോകുന്നുണ്ട്. ഈശ്വര, ലിമിറ്റഡുകാരെ എനിക്ക് പണ്ടേ വീഡിയോ. ലിമിറ്റഡുകാർ തട്ടിയാൽ പറകും, ഞാനും ഓലും. പക്ഷേ ഓർക്ക് പ്രശ്നമൊന്നുമില്ല. ഓരോ ഓൾറെഡി തട്ടിയും മുട്ടി കളിക്കുന്ന ബസ്സാണ്. പക്ഷേ നമ്മുടെ ടൂറിസ്റ്റേഴ്സ് അങ്ങനെയല്ലല്ലോ, അത് കെയർ ചെയ്ത് വേണമല്ലോ കൊണ്ടുപോകാൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും, നമ്മൾ ഇത്രയും ദിവസം ഇത്രയും നാളെടുത്ത വീഡിയോ ഫുള്ള് നൈറ്റിലാണ് ഗൈസ് ഓടിച്ചത്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ അടുത്തൊരു വീഡിയോ കൊമ്പൻ്റെ കാളിയനുമായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ മോർണിംഗ് ഡേയിൽ ഓടിക്കുന്നതാണ്. മോർണിംഗിൽ അല്ലെങ്കിൽ ഒരു ഡേ ടൈം, ഒരു ആഫ്റ്റർനൂൺ, അങ്ങനെ ഒരു ഇതിലാണ് ഗൈസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അഥവാ ഇനി അത് വേണ്ടെന്നാണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഏതായാലും എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗ് ഡേ ടൈമിൽ നമ്മളെ കാളിയനെ കൊണ്ടുവരാനാണ്. അതാകുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. പിന്നെ നമ്മൾ ഗൈസ് റെയിൻ സിസ്റ്റം എല്ലാ വീഡിയോയിലും എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അത് എനേബിൾ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നല്ല ട്രാഫിക് ഉണ്ട്. ഈശ്വര, ഇതിപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോകും? എടാ നിൽക്കടാ. എടാ, ഞാനിവിടെ ഇത്രയും നേരം കാത്തുനിന്നിട്ട് അവൻ പുല്ല് പോലെ കയറി പോയി. ദാറ്റ്സ് നോട്ട് ഫെയർ. എന്നാലും ഒന്ന് എനിക്ക് വേണ്ടി ഇല്ല, അതാ പോണവൻ. ഓനെ ഞാൻ മിക്കവാറും കൊല്ലൊന്നും വേണ്ട കേസ്. അവനവൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്നു, ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്നു. എനിക്ക് നേരെ അപ്പുറത്തെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് പാസഞ്ചേഴ്സിനെ ഇറക്കാനുള്ളതാണ്. എന്നാലും ഞാനൊന്ന് ഓവർടേക്ക് ചെയ്യണമല്ലോ, അതല്ലേ എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാനൊന്ന് ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡുകാരാ, തട്ടല്ലേ, എനിക്ക് പേടിയാ. എടാ, ഇയാളിപ്പോൾ സൈഡിൽ കൂടെ കയറുമോ? സൈഡിൽ നിന്ന് ഞാനങ്ങോട്ട് പോയി. ഏട്ടോ ഇതാ പോണ്, ഞാൻ പറഞ്ഞില്ല, അപ്പോഴത്തേക്ക് ഇതാ പോണ്. അപ്പോൾ നമുക്ക് ഏതായാലും അവൻ്റെ വഴി തന്നെ പിടിക്കാം. ഇവിടെ റൈറ്റ്. ഇവിടെ അവനവിടെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട്, ഇപ്പം ഇൻഡിക്കേറ്റർ, എടാ ഞാൻ പറഞ്ഞില്ല, അപ്പോഴത്തെ ഇൻഡിക്കേറ്റർ ഇട്ട് ബ്രേക്കും ചവിട്ടി. ഞാൻ എന്താ അവിടെ നിൽക്കുന്നത്? ട്രാഫിക് ഉണ്ടടാ. നമുക്ക് സൈഡിൽ കൂടെ പോകാൻ പറ്റും നോക്കിയില്ല. സൈഡ് അവിടെ, സൈഡ് താടാ, സൈഡ് താടാ. നമുക്കെന്താ, ഞാൻ പോകുന്നതൊക്കെ തീരെ പിടിക്കില്ലേ? അയ്യോ കുടുങ്ങി. എടാ, ട്രാഫിക് കഴിഞ്ഞാ? അപ്പം ഞാൻ എന്താ പോട്ടനാ? അയ്യോ, ഒന്ന് റിവേഴ്സ് എടുത്ത് പോകുന്നതിൻ്റെ നല്ല മര്യാദയ്ക്ക് അവൻ്റെ ബാക്കിലാണ് നിന്നതിന് എത്താൻ്റെ അടുത്ത് എപ്പോഴും എത്തിയാൻ. ഇതിപ്പോൾ ഉള്ളതും കൂടെയും കുടുങ്ങി. സാരല്ല, പോട്ടെ. ഞാനേതായാലും കുടുങ്ങിയതുപോലെ അങ്ങ് പോന്നിക്കല്ലോ. നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ടാണ്. സ്റ്റിയറിംഗ് ഒന്നും പോരാ വയസ്സ്, വണ്ടീൻ്റെ ഒക്കെ മാറ്റാനായിട്ടുണ്ട്. അയ്യോ, അപ്പോൾ നമ്മൾ കാളിനെ കൊണ്ടുവരുന്നതാണ്. അതേപോലെ തന്നെ മഴയും കാറ്റും എല്ലാം നമ്മൾ ഓണാക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ വീഡിയോ വരാൻ ലോങ് ടൈം എടുത്തത് എന്താണെന്ന്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു ഗൈസ്, തൊണ്ടവേദന, അതേപോലെ തന്നെ തീരെ സുഖമില്ലായിരുന്നു. വീട്ടിൽ മഴ, അതേപോലെ തന്നെ കറണ്ടൊന്നും ഉണ്ടാവില്ലേനു. അപ്പോൾ അധികവും ഫോണിൽ ഒന്നും ചാർജ് ഇത്ര കിട്ടലില്ല. ഏകദേശം ഇപ്പോൾ തന്നെ എത്രയാണുള്ളത്, 27 ഈ ഒരു ഇതിലാണ് കേസ് ഉള്ളത്. എന്നിട്ട് ഞാൻ എടുക്കുകയാണ്. മുമ്പ് ഇതുപോലും ഇല്ലായിരുന്നു, ഒരു 10 ഈ ഒരു റേഞ്ചിലായിരുന്നു. അത്രയും കറണ്ടിൻ്റെ ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പവർ ബാങ്ക് ഇവിടെ ഉണ്ട്, പക്ഷെ അതും ഡെഡായി കിടക്കുമായിരുന്നു. ഞാനിപ്പോൾ ചാർജ് ചെയ്തിട്ടുണ്ട്.
ഇനി വീഡിയോ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചാർജർ ഇടണം. ഇപ്പോൾ ഇവിടെ കറണ്ടില്ല ഗൈസ്, അത് വേറെ കാര്യം. കറണ്ട് വന്നപ്പോൾ ഫോണും പവർ ബാങ്കും കൂടെ രണ്ടും കൂടെ ചാർജിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് ഗൈസ്. മേ ബി ഈ കളി നമ്മൾ ഇന്നോ നാളെയോ കൊണ്ടുവരുന്നു ഗൈസ്, അത് ഉറപ്പാണ്. ഞാൻ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം കളിനെ കൊണ്ടുവരുന്നത് പെട്ടെന്ന് തന്നെയായിരിക്കും. തീരെ സമയം വൈകില്ല ഗൈസ്, നമ്മൾ ഇന്നോ നാളെയോ തന്നെ കളിനെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അടുത്ത ലോഡിങ്ങിലേക്ക് ഇതാ പോകുന്നു നമ്മൾ. കഴിഞ്ഞ ഇത് പെട്ടെന്ന് എനിക്കല്ലോ. ഗൈസ്, ഞാൻ പറഞ്ഞ ഗ്രാമം എത്തി. ഇനി ഈ ഗ്രാമത്തിൽ കൂടെയാണ് ഗൈസ് നമ്മളുടെ യാത്ര. ഇവിടെ ബ്ലോക്കൊക്കെ കുടുങ്ങിയ പണി കിട്ടും. ഞാൻ സൈഡ് കിട്ടിയാൽ മതി. സൈഡിൽ കൂടെ പോട്ടെ. എന്താ കൂടെ ഒരു വലിവില്ലാത്തേ. അയ്യോ, ഞാൻ വിചാരിച്ചടാ ജസ്റ്റിന് പോയതാട്ട്. ഞാൻ വിചാരിച്ചത് തട്ടിന്ന്. എനിക്ക് വേറെപ്പോൾ തട്ടും. മാറടാ ഇയാൾക്ക്. അയ്യോ, ഓട്ടോറിക്ഷയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഓട്ടോറിക്ഷക്കാരനായതുകൊണ്ട് പറഞ്ഞാലും കേൾക്കില്ല, പറഞ്ഞില്ലെങ്കിലും കേൾക്കില്ല. അതുകൊണ്ട് വേറെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ഇഷ്ടത്തിന് പോകും. സിറ്റി ബസ് ഇതാ പോണു. സിറ്റി കൂടെ പോകുന്ന ബസ് എന്താ ഗ്രാമത്തിൽ കൂടെ പോകുന്നു. ഇതിലൂടെയും പോട്ടെ. ഈശ്വറിൻ്റെ ലോറിയൊക്കെ ഇതിലൂടെ പോകേണ്ടതാണ്. ട്രാവലറൊക്കെ ഇതിലൂടെ പോകുന്ന ഒരു വണ്ടിയൊക്കെ തന്നെയാണ്. കാരണം ഗ്രാമത്തിലുള്ളവർക്കും ടൂറൊക്കെ പോകേണ്ടി വരില്ലേ. കാറ് ഒക്കെ ലോങ് പോകുന്ന വണ്ടിയായിരിക്കും ട്രാവലർ. ഇതൊക്കെ സ്വാഭാവികം. ഇവിടെ നിന്നിട്ട് ഞാനൊരു പ്രോ ഡ്രൈവർ തന്നെ. അതുകൊണ്ട് ലിമിറ്റഡ് പോണ്. ലിമിറ്റഡ് ഞാനും പോട്ടെ. താങ്ക് യു, സീ യു, ബൈ ഗുഡ് ബൈ. അയ്യോ, ഇവിടെ ഇതെന്താടാ, ഹർത്താലാണോ അവിടെ? ഒരു വണ്ടിയും കാണില്ലല്ലോ. ബാക്കിൽ കുറേ വണ്ടി ഉണ്ട്. എടാ എന്താടാ അത്? നമ്മൾ രക്ഷപ്പെട്ട് പറപ്പിച്ചു വിട്ടു. ഞാൻ 180 പോന്നേ. ഇവിടെ അങ്ങ് ഒരു വണ്ടിയില്ല ഗൈസ്. സുഖസുന്ദരം. അതല്ലേ റോഡ്. വണ്ടി എടുത്തടാ. സ്റ്റോപ്പ് ബ്രേക്ക് അവിടെ. അയ്യോ, ഇങ്ങോട്ടല്ലല്ലോ, മാപ്പ് അവിടെ. അയ്യോ, നമുക്ക് റൈറ്റിലോട്ട്. ഗൈസ് കുഴപ്പമില്ല. നേരെ പോയാൽ നമുക്കൊന്ന് റൈറ്റ് എടുക്കാം. പിന്നെ അവരെന്തിനാ അങ്ങോട്ട് കാണിച്ച റോഡ്? എങ്ങോട്ടേ നമുക്ക് ഇതിൽ നേരെ പോവാം. ഗിയർ. ഞാൻ ടോപ്പ് ഗിയറിലാണല്ലേ. 150 പോകുന്നു. 180 പോവുകയാണ് ഗൈസ് വണ്ടി. ഇതിൽ നിന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തി. ഇത് പോയതിന് മിക്കവാറും നമ്മൾ 200 അടിക്കാൻ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഏതായാലും ഹൈവേന്ന് 200 അടിക്കാം. ഞാൻ ഡബിൾ സെഞ്ചുറി അടിക്കും. പോട്ടെ. വണ്ടി ലിമിറ്റഡ് ആയിരുന്നു. ഇങ്ങനെയല്ലല്ലോ സാധാരണ പോവാറ്. ഗെയിം ആയതുകൊണ്ടാണോന്നും അറിയില്ല. ഇവരൊക്കെ പ്രാവശ്യം പതുക്കെയാണ് ഗൈസ് പോകുന്നുള്ളൂ. ഇത്രയും വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാത്ത സമയത്ത് ഇയാളിങ്ങനെ പോകണമെങ്കിൽ അതിന് വേറെ കാരണമൊന്നും ഉണ്ടാവില്ല. ഈ വണ്ടി ഓട്ടോറിക്ഷ അപ്പോൾ അതൊക്കെ പോകുന്നതാണ് നല്ലത്. അടുത്ത വണ്ടി. എടാ ഞാനൊന്ന് പോട്ടിടാ. പൊടി കണ്ടാ, ഇതാണ് ഇവരെ പ്രശ്നം. ഒരാൾ ഓവർടേക്ക് ചെയ്യണേ അതിൻ്റെ മുന്നിൽ കൂടെ ഓട്ടം ചാട്ടിട്ട് അങ്ങോട്ട് വരും. വള്ളം കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. മാറാ അവിടെ നിന്ന്. ഞാനിപ്പോൾ പോയേനെ. എന്നോടാ അവിടെ വാടക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെറുതായിട്ട് അവനൊന്ന് തട്ടിയിട്ടുണ്ട്. അത് വേറെ കാര്യം. ആരും ഒന്നും അറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാനിതാ കണ്ടോ, ട്രാവലറുകാരൊക്കെ കണ്ടു ബാക്കിൽ വരിയായിട്ട് വേണം പോയെ. ഈ ഓട്ടോറിക്ഷക്കാരെ പോലെ കണ്ടെടുത്തുനിന്ന് അങ്ങോട്ട് വെട്ടിച്ചു വിടും. ആണ് ഇവരെ പ്രശ്നം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. നമ്മൾ അവിടെ നിന്ന് റൈറ്റിൽ നിന്നുള്ള വഴി കൂടിയാണ് ഗൈസ് ഇങ്ങോട്ട് വരിക. കുഴപ്പമില്ല, ഞാൻ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ലിമിറ്റഡിനെയും ഓട്ടോറിക്ഷേനെയും ഒക്കെ ഭയങ്കര പേടി. ഇതാണ്ടേ വഴി ഇവിടെ വെച്ചതാണ് പ്രശ്നം. ഇയാളെങ്ങോട്ടാ? എങ്ങോട്ടേയും പോട്ടെ. ഞാൻ നേരെ മേലോട്ട് പോട്ടെ. ഈ വളവ് എനിക്ക് പേടി. അതുകൊണ്ട് അടുത്ത ഓട്ടോറിക്ഷ സൈഡിൽ കൂടെ പോകുന്നതാണല്ലേ. ഇല്ലേ പണി കിട്ടും. ഞാൻ വേറെ മതിലങ്ങാൻ വളച്ചിടിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ ഓട്ടോറിക്ഷ എന്നെ ഇടിച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഓട്ടോറിക്ഷ പറക്കും. തട്ടി കഴിഞ്ഞാൽ തെറിച്ച് വന്ന വണ്ടി ഓട്ടോറിക്ഷ. അത് ആണ് അതിൻ്റെ പ്രശ്നം. കാറൊക്കെ ഉണ്ടോ, ഡീസൻ്റ് ആയിട്ടാണ് പോവുക. ബസ്സൊക്കെ ലിമിറ്റഡുകാർ വേറെ കാര്യം. ബസ്സാണോ ട്രെയിനിനെക്കാട്ടും കഷ്ടമാണ് ബസ്. ലോഡിങ് കഴിയാനായില്ലേ? കഴിഞ്ഞു. പറഞ്ഞില്ല അപ്പോഴത്തേക്ക് കഴിഞ്ഞ്. ഇനി ലോഡിങ് ഒന്ന് കഴിയട്ടെ ഗൈസ്. എന്തുവാടാ എത്ര ലേറ്റ്? തീരടാ. ഇത് ഭയങ്കര കഷ്ടമായിട്ട്. ഇതും കഴിയൂലേ?
ഹൈവേ നമുക്ക് 200 ഇപ്പോഴേ 110 പോകുന്നത്. അപ്പോൾ ഇവിടെ ടോളുണ്ട്, മിക്കവാറും ഇത് പൂജ്യമാവും. എന്തെങ്കിലും ആവട്ടെ. നമുക്ക് ഇവിടെ ഫുള്ള് വണ്ടി ഇപ്പുറത്തോട്ട് അല്ല സ്റ്റോപ്പ് നിർത്ത്. എന്താ വണ്ടിക്ക് ബ്രേക്കില്ലേ? അന്ന് ബ്രേക്കും കട്ടൊക്കെ തേഞ്ഞ് നമുക്ക് ഉള്ളിൽ കുടങ്ങിക്ക്. അതാണ് കേസ് ഇഷ്ടം. ഈ ഫസ്റ്റ് കാണുന്ന ടോൾ എനിക്ക് അത്ര ഇഷ്ടമില്ല. നമുക്ക് നേരെ ഈ റോഡ് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തെ ആ ടോൾ എടുക്കണം ഗൈസ്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദാവൂദിനെ കൊണ്ടുപോകുമ്പോഴാണെന്ന് അറിയില്ല ആയ ബോർഡൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടാണ് കേസ് അതിലൂടെയാണ് പോയത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാരിയർ മോഡായിരുന്നു കേസ് എടുത്തത്. നമ്മുടെ അടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ബോർഡ് ഇടിച്ചിട്ട് ഇതുകൊണ്ട് ആ കാണുന്ന ഈ ഓറഞ്ച് ഇല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ച ബോർഡ്. എൻ്റെ പേരെന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് ഇടിച്ച് പൊളിച്ചാണ് കേസ് ഞാനിങ്ങോട്ട് വന്നത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അടുത്ത് എന്തില്ല, പൈസയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ തന്നെ കണ്ടാകും 3.494 അത്രയേ പൈസയുള്ളൂ. അത് വെച്ച് നമുക്ക് കിട്ടില്ല. ഇത് തുറക്കണമെങ്കിൽ എത്രയോ 5 പോയിൻ്റ് എത്രയോ വേണം. അതാണ് സീന്. അതാണ് ഞാൻ ഒന്നാമത് ഈ ഫ്രീ മോഡ് എടുക്കുന്നത് ഗൈസ്. എനിക്ക് വേറെ ഒരു പ്ലാൻ. നമുക്ക് അടുത്ത പ്രാവശ്യം ടൂറ് പോയാലോ? കാളി തന്നെ എടുത്ത് എൻ്റെ പ്ലാൻ എന്താണ് ഗൈസ്, നമ്മൾ അടുത്ത പ്രാവശ്യം കാളിയൻ്റെ വണ്ടി എടുക്കുന്നതാണ്. അതിന് ശേഷം നമ്മൾ മഴയത്തൂടെ ഡേ ടൈമിൽ നമ്മൾ ടൂർ പോകുന്നതാണ് ഗൈസ്, ടൂർ മോഡിൽ. അതാണ് ഗൈസ് എൻ്റെ പ്ലാൻ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മിക്കവാറും ഞാൻ ഇന്ന് തന്നെ ഇടുന്നതാണ് ഗൈസ്, ഇന്നോ നാളെയോ മാക്സിമം അത്രയേ പോകും ഗൈസ്. അല്ല മാക്സിമം മറ്റന്നാൾ ഗൈസ്. കറണ്ടിൻ്റെ അത്ര എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് മറ്റന്നാൾ വരെ ഗൈസ് പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ കാളിയനെ ടൂർ മോഡിൽ മോർണിംഗിൽ മഴയത്ത് എടുക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നൈറ്റിൽ തന്നെ സാധാ അതിലിപ്പോൾ പോകുന്ന പോലെ പോവാം. നമുക്ക് ഇങ്ങനെ ക്യാബിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഒറ്റ ഫ്ലോയിൽ പോവാം. അതും അല്ലെങ്കിൽ നമുക്ക് ടൂറ് പോകണമെങ്കിൽ ടൂറ് പോവാം ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഗെയിം മാറ്റണമെന്നുണ്ടെങ്കിൽ അതും പറയാം. നമുക്ക് ട്രക്ക് സിമുലേറ്റർ കളിക്കണമെങ്കിൽ ട്രക്ക് സിമുലേറ്റർ കളിക്കാം. നിങ്ങൾക്ക് സിമുലേറ്റർ ഗെയിം ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് പറയാം. ഇനി ഹൊറർ വേണേൽ ഹൊറർ എടുക്കാം. നമുക്ക് ഗ്രാനിയൊക്കെ കളിക്കാവുന്നതാണ്. ഗ്രാനി അമ്മൂമ്മേൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് നമുക്ക് ഗ്രാനി അമ്മൂമ്മയ്ക്ക് നല്ല പണിയൊക്കെ കൊടുക്കാം. ഫുള്ള് ചെളി പിടിച്ചിരിക്കും ഗൈസ് വണ്ടീൻ്റെ മുകളിൽ. അയ്യോ ഏതാ ഫുള്ള് ചളിയാഭിഷേകം നടത്തിക്കും വണ്ടിയിൽ. ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അയ്യോ വഴി അയ്യോ തട്ടല്ലേ തട്ടിയില്ലാന്ന് തോന്നുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഗ്രാനി അമ്മൂമ്മനെ വേണേൽ ഗ്രാനി അമ്മൂമ്മനെ ഇറക്കാം. അയ്യോ ഗ്രാനിയെങ്കിൽ ഗ്രാനി എന്ത് വേണേൽ നമുക്ക് ഇറക്കാവുന്നതാണ്. ഇനി സിമുലേറ്റർ അപ്പോൾ 33% 99.9 ഗൈസ്. ഇപ്പോൾ 99.9 ആണ് ഗൈസ് വണ്ടീൻ്റെ ലൈഫ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റാണ്. അപ്പോൾ ഗ്രാനീനെ വേണേൽ നമുക്ക് ഗ്രാനി കളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് വേണമെന്ന്. ഞാൻ ഏതായാലും കാളിയനെയും ബോംബേനെയും കൂടി ഒന്ന് ഓടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട്. അതുപോലെ നമുക്കിനി വേറെ ഏതാ വണ്ടി വേണേൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറയുന്ന വണ്ടി. എടാ സ്റ്റിയറിങ് ഒടിഞ്ഞില്ലടാ, സ്റ്റിയറിങ് കൺട്രോൾ കിട്ടിയില്ല. ഞാൻ പേടിയുള്ള ഇതിൽ മതിലിൻ്റെ മുകളിലാണ്. എന്തൊക്കെയോ ഞാൻ തട്ടിപ്പൊളിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. പൊട്ടയ്ക്ക് ധാരത്. എടാ വൃത്തിയട്ടോ, ഞാൻ മര്യാദയോടെ പോവില്ലേ? ഇലക്ട്രിക്കിൻ്റെ വണ്ടി ഒച്ച ഉണ്ടാക്കാണ്ട് സൈഡിൽ കൂടെ വന്നോളൂ. ഒരുത്തൻ കട്ടായി. ഏട്ടാ ഞാനൊന്ന് ഇയാൾ KSRTC പോയി ഞാൻ പോയിട്ട് പോയാൽ മതി. ഇവിടെ നോക്കിക്കുന്ന കാണുന്നില്ല. അല്ല പിന്നെ ഞാൻ പോയിട്ട് പോയാൽ മതി. പൊക്കോ. ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, വേഗം വിട്ടോ. അത് തുറക്ക്. ഇവിടെ റൈറ്റ്. അയ്യോ ഞാനെന്തായാലും പറഞ്ഞു വന്ന് മറന്നുപോയി ഗൈസ്. അയ്യോ ഗ്രാനി അല്ല മറ്റേ അയ്യോ കൊമ്പൻ്റെ യോധമല്ല മറ്റേ കാളിയനെയും ബോംബേനെയും കൂടി ഓടിച്ചതിന് ശേഷം നമുക്ക് ഗ്രാനി കളിക്കാം. നിങ്ങൾ ഗ്രാനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ പറയുന്ന വണ്ടി വേണമെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. നിങ്ങളൊരു വണ്ടീൻ്റെ പേര് പറഞ്ഞാൽ മതി. നമുക്ക് ഏതാണ് ഓടിക്കാൻ? ഇനി ജയ്ഗുരു ഉണ്ട് ഗൈസ്, ജയ്ഗുരുവിൻ്റെ ജിന്ന ഓടിക്കാനുണ്ട്. അല്ല പച്ച ദ ബാഡ് സ്പിരിറ്റ് അങ്ങനെ എന്തോ ആണ് ഗൈസ് അതിൻ്റെ മുന്നിൽ എഴുതിച്ചത്, എനിക്ക് അറിഞ്ഞൂടാ. ഞാനത് ഓടിച്ചിട്ടില്ല അതിൻ്റെ മുമ്പ്, അതുകൊണ്ട് അറിയില്ല. നമുക്ക് വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം കാളിയനെ ഇറക്കട്ടെ ഗൈസ്. അതിന് ശേഷം നമുക്ക് ബോംബേനെ ഇറക്കിയതിന് ശേഷം നമുക്ക് ഗ്രാനി ഓടിക്കാം. ഗ്രാനി കളിക്കാം.
ഗ്രാനി ഓടിക്കാന്നാ? ഗ്രാനീനെ ഞാൻ ഇവിടെ നിന്ന് ഓടിക്കും. ഗ്രാനി ഓടിക്കുക ഗൈസ്. ഗ്രാനീനെ ഞാൻ ഗ്രാനീൻ്റെ വീട്ടിൽ നിന്ന് ഓടിക്കും ഗൈസ്. ഗ്രാനീൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഓടിക്കും. അപ്പോൾ ഞാൻ ഏതായാലും കാളിയനെ ഒന്ന് ഓടിക്കട്ടെ. കാളിയനെ നമുക്ക് ഇന്നോ നാളെയോ അത്രയോ മാക്സിമം പോകും ഗൈസ്. കാളിയനെ ഞാൻ ഇന്നോ നാളെയോ ഓടിക്കും. ബോംബേനെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട്. കാരണം ആ വീഡിയോ എടുത്ത് വരണേ കുറച്ച് സമയം എടുക്കും. കാളിയനെ നമുക്ക് ഷോർട്ടാക്കി എടുത്താലോ ഗൈസ്? ഷോർട്ടാക്കി എടുക്കുന്നത് വേണോ? അയ്യോ, ഷോർട്ടാക്കി എടുത്തപ്പോൾ ഞാൻ അവനെ ഷോർട്ടായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്. ആരും ഷോർട്ടാവാണെന്നാൽ മതിയേനു. അപ്പോൾ ഞാൻ കാളിയനെ, അയ്യോ ഇയാൾ വഴി തരൂലേ? എടാ മാറടാ. എൻ്റെ മോനെ ഇനി അങ്ങ് തട്ടിയാൽ പൊട്ടിത്തെറിയും. അപ്പോൾ കാളിയനെ ഓടിക്കാം. അതാണ് ഷോർട്ട് വേണം ഗൈസ്. നമുക്ക് ലോങ് തന്നെ എടുക്കാം. മാക്സിമം ഒരു 20 minutes അത്രയേ പോലെ പോകുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് എടുക്കേണ്ടത്. അയ്യോ ലിമിറ്റഡ് നേരം പോട്ടെ. നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നല്ല ഡീസൻ്റായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിന്ന് അളയ്ക്കാം. ഇവിടെ മറ്റേ പാട്ടുകാരുണ്ടാകുമല്ലോ, എം വി ഡി അല്ലട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേ പാട്ട് പാടുന്നതായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടാവണ്ടാണല്ലോ. ഓ ഇതാ അവിടെ ഉണ്ട്, ആ സൈഡിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഏതായാലും ഓരോ നോക്ക്. തട്ടിയെന്ന് തോന്നുന്നു, എന്തേ ആവട്ടെ. അപ്പോൾ ഞാൻ കാളിയനെ ഓടിക്കുക. അത് കഴിഞ്ഞിട്ട് ബോംബെ, അത് കഴിഞ്ഞിട്ട് ഗ്രാനി. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് കാളിയനെ ഡേ ടൈം. ഓക്കേ. അപ്പോൾ ഗൈസ് ഞാൻ ഏതായാലും ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇനി ഈ കാളിയനെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഗൈസ് എനിക്ക് കുറേ പ്ലാനുണ്ട് ഗൈസ്. അത് നമുക്ക് അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ടടിങ്.